I am updating you with happy news. This news is also for those working. അതായത് നമ്മുടെ നാട്ടിലുള്ളവർക്കും പ്രവാസികൾക്കുമുള്ള സന്തോഷകരമായ ഒരു കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിനു മുന്നേ ഡീബിയൻ നമ്മുടെ രാജ്യത്ത് നിലവിൽ വരുന്നു. ആ സന്തോഷ വാർത്ത ഞാൻ ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കാം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിജിറ്റൽ ഭാരത് നിധിയെക്കുറിച്ചാണ്. അതായത് ഡീബിയൻ വഴി സാധ്യമാകുന്ന മൊബൈൽ ടവർ വഴി ലഭിക്കുന്ന നാഷണൽ റോമിംഗ് സംവിധാനം. രാജ്യത്ത് നെറ്റ്വർക്ക് കുറഞ്ഞ ലോക്കൽ ഏരിയകളിൽ നെറ്റ്വർക്ക് കവറേജ് കൂട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സമ്പ്രദായം നിലവിൽ വരുന്നത്. ഡീബിയൻ സാധ്യമാകുന്ന നെറ്റ്വർക്കുകളിൽ ഷെയറിംഗ് സാധ്യമാകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഒരു ടവർ വെച്ചുകൊണ്ട് ഒന്നിലധികം നെറ്റ്വർക്കിലൂടെ ഫ്രീക്വൻസി നമ്മുടെ ഫോണിലെ നെറ്റ്വർക്കുമായി കണക്റ്റ് ആകുന്നു. ഓരോ ടവറും വ്യത്യാസമാണ്. VI, എയർടെൽ, BSNL, ജിയോ ഇവർക്കെല്ലാം സെപ്പറേറ്റ് ടവറുകളാണ്. അതായത് എയർടെലിൻ്റെ കസ്റ്റമർക്ക് എയർടെലിൻ്റെ ടവറിൽ നിന്നാണ് സിഗ്നൽ പോകുന്നത്. എല്ലാ നെറ്റ്വർക്കുകളും ഇങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. ഡീബിയൻ സംവിധാനം വരുന്നത് കൂടി നമ്മുടെ വീടിനകത്ത് കവറേജ് ഉള്ള ഏതെങ്കിലും നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അത് ബേസ് ചെയ്ത് മറ്റു കവറേജുകൾ ഇല്ലാത്ത നെറ്റ്വർക്കിലേക്ക് ഓട്ടോമാറ്റിക്കായി കണക്റ്റ് ആവുന്നു. ഡീബിയൻ സിസ്റ്റത്തിലൂടെ നെറ്റ്വർക്ക് ഡ്രോപ്പ് ആവാതെ കിട്ടുന്നു. ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഉദാഹരണം, നിങ്ങളുടെ ഏരിയയിൽ VI നെറ്റ്വർക്കിന് കവറേജ് ഉണ്ടെന്ന് കരുതുക. എയർടെൽ, ജിയോ, BSNL ഇവയ്ക്ക് നിങ്ങളുടെ നാട്ടിൽ കവറേജ് ഇല്ലെന്ന് കരുതുക. എക്സാമ്പിളാണേ. DBS സിസ്റ്റം വരുന്നത് കൂടി കവറേജ് ഇല്ലാത്ത നെറ്റ്വർക്ക് കമ്പനികൾ ഓട്ടോമാറ്റിക്കായി VI ടവറുമായി കണക്റ്റ് ആകുന്നു. അങ്ങനെ എല്ലാ നെറ്റ്വർക്കും പരസ്പരം ലിങ്ക് ചെയ്തു പോകുന്നു. ഇതിലൂടെ രാജ്യത്തെവിടെ നമ്മൾ ഏത് നെറ്റ്വർക്കാണോ ഉപയോഗിക്കുന്നത് ആ നെറ്റ്വർക്കിന് കവറേജ് ലഭ്യമാകുന്നു. പൊളിയല്ലേ? ഉടനെ ആകാൻ പോവുക കേട്ടോ. പൊളിച്ച്. ഈ സന്തോഷ വാർത്തയാണ് ഞാൻ ഫസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ഓക്കെ, ഹാപ്പി അല്ലേ? അതായത് നമുക്ക് ഇനി നെറ്റ്വർക്ക് ഇല്ല എന്ന ടെൻഷൻ വേണ്ട. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ BSNL മാത്രമുള്ള റേഞ്ച് കേട്ടോ. എയർടെൽ, ജിയോ അതിനെങ്കിൽ റേഞ്ച് ഇല്ല. അപ്പോൾ BSNLനെ ഡിപ്പെൻഡ് ചെയ്ത് എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം DBS സിസ്റ്റം വരുവാണെങ്കിൽ ഇനി അതൊരു പ്രശ്നമില്ല. എൻ്റെ വീട്ടിൽ എയർടെൽ ആയിക്കോട്ടെ, ജിയോ ആയിക്കോട്ടെ, ഒരു കവറേജ് ഇല്ല നെറ്റ്വർക്കും ആയിക്കോട്ടെ, ഈ DBS സിസ്റ്റം ആകുമ്പോൾ ഈ ടവർ നമ്മൾ ലിങ്കാണ്. ലിങ്ക് ചെയ്ത് പോകുന്നതോടി നെറ്റ്വർക്ക് ഇല്ലാത്ത ഏത് സ്ഥലങ്ങളിലേക്കും ഏത് ടവറാണോ കവറേജ് ഉള്ളത് ആ ടവറിലേക്ക് ലിങ്ക് ചെയ്ത് നമ്മുടെ ഫോണിലേക്ക് സിഗ്നൽ ഫ്രീക്വൻസി, ശക്തമായ ഫ്രീക്വൻസി നമ്മുടെ ഫോണിലേക്ക് തരുന്നത്. അതാണ് ഡീബിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി സന്തോഷകരം മറ്റൊരു വാർത്ത. ഇപ്പം നമ്മൾ 1 മാസത്തേക്ക് 2 മാസത്തേക്ക് നമ്മൾ റീചാർജ് ചെയ്യുന്നു. ഈ റീചാർജ് പീരീഡ് കഴിഞ്ഞാൽ 1 മാസത്തിനകം എന്താവും? ഫോൺ കട്ടായി പോകും. പിന്നെ അതുകൂടെ കഴിഞ്ഞാൽ എയർടെല്ലൊക്കെ ഭയങ്കര സ്പീഡപ്പാട്ടാണ് കട്ടാക്കി കളയുന്നത് അല്ലേ? മെയിനായിട്ട് പ്രവാസികൾ പ്രശ്നം വരുന്നത്. അവർ 1 വർഷത്തെ പാക്കേജ് എടുക്കുന്നു. അതൊക്കെ നല്ല എമൗണ്ടാണ്. പിന്നെ BSNL ഉണ്ട് 167. BSNL മാത്രമുള്ള പ്രവാസികളോട് സപ്പോർട്ട് ചെയ്യും. 167 രൂപയ്ക്ക് റീചാർജ് ചെയ്യുമ്പോൾ 6 മാസം നമുക്ക് വാലിഡിറ്റി ഗൾഫിൽ കിട്ടുന്നുണ്ട്. ഇൻ്റർനാഷണൽ റോമിങ് കിട്ടുക. അത് നല്ലൊരു കാര്യമാണ്. ഇപ്പം ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുന്ന ഒരു സന്തോഷ വാർത്ത എന്ന് വെച്ചാൽ, ഇനിയിപ്പം നിങ്ങളുടെ ഫോണിൽ വെറും 20 രൂപ മെയിൻറ്റെയിൻ ചെയ്യുക. മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 90 ദിവസത്തേക്ക് നിങ്ങളുടെ സിമ്മ് കട്ടാവില്ല. ഇപ്പം നമ്മളിപ്പോൾ സെക്കൻഡറി സിമ്മൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് 2 സിമ്മിലും റീചാർജ് ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ, ചില ആൾക്കാർ സെക്കൻഡറി സിമ്മായിട്ട് ഉപയോഗിക്കുന്നു. അതിൻ്റെ അകത്ത് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 20 രൂപയ്ക്ക് റീചാർജ് ചെയ്യുക. റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ 90 ദിവസത്തേക്ക് ഈ സാധനം കട്ടാവത്തില്ല സിമ്മ്. 90 ദിവസം, അതായത് ഒരു 85, 89 ആ ദിവസങ്ങളിലേക്ക് നമ്മൾ വീണ്ടും 20 രൂപ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഈ 90 ദിവസം കഴിയുമ്പോൾ 20 രൂപ കട്ടായി പോകും കേട്ടോ. അതങ്ങനെയാണ്. പക്ഷേ ഈ 20 രൂപ നമ്മുടെ സിം ബാലൻസിൽ ടോപ്പപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ 90 ദിവസത്തേക്ക് സിം കട്ടാവുന്നില്ല. അത് എല്ലാ നെറ്റ്വർക്കിലും ഈ സംവിധാനം വന്നു കഴിഞ്ഞു. ഹാപ്പി അല്ലേ? പൊളിയല്ലേ? പ്രവാസികൾക്കും പൊളിയല്ലേ? എയർടെൽ, ജിയോ ഒക്കെ സിം ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം ചെയ്യുന്ന ഇൻ്റർനാഷണൽ സിം എടുക്കുക, അതിൽ റോമിംഗ് ആക്ടിവേഷൻ ആക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് പ്രവാസികളാണെങ്കിൽ ഫസ്റ്റ് സാധാരണയായി നമ്മളെന്താ ഒരു 6 മാസത്തെ അല്ല 1 വർഷത്തെ പോട്ടെ 2 മാസത്തേക്ക് ഒരു വാലിഡിറ്റി നമ്മൾ റീചാർജ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മൾ 20 രൂപ ഉണ്ടെങ്കിൽ അത് സിമ്മിൽ ഫോളോ അപ്പ് ചെയ്താൽ മതി. ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നെ കട്ടാവാത്ത സിമ്മ് നിലനിൽക്കും. പിന്നെ വെടിക്കെട്ട് ഓഫർ എന്ന് വെച്ചാൽ BSNL തരുന്നത് 20 രൂപയ്ക്ക് റീചാർജ് ചെയ്യുകയാണെങ്കിൽ BSNL 120 വാലിഡിറ്റിയാണ് BSNL തരുന്നത്. അത് സൂപ്പർ പൊളിയല്ലേ? അതുപോലെ ഗൾഫുകാർക്ക് ഇത് ഏറ്റവും പ്രയോജനമുള്ള കാര്യമാണ്.
കുവൈറ്റിലാട്ടെ, ദുബായ് ആട്ടെ, US, കാനഡ, എവിടെയെങ്കിലും ആയിക്കോട്ടെ, 20 ദിർഹംസ്. പൊളിയാട്ടോ. അതിൽ നമ്മൾ ഒത്തിരി ഹാപ്പിയാണ്. സാറിന് നമ്മളൊക്കെ ചെയ്യുകയാണെങ്കിൽ ജിയോ ഒക്കെ ആണെങ്കിൽ 1000 രൂപയ്ക്കൊക്കെ റീചാർജ്, 1000, 1500 റീചാർജ്. എയർടെലും അതുപോലൊക്കെ തന്നെയാണ്. BSNL മാത്രമേ ഉള്ളൂ 167 രൂപയ്ക്ക് 6 മാസം വാലിഡിറ്റി ചെയ്യുന്നത്. ഇനി 20 രൂപ, കുഞ്ഞ് 20 രൂപ ഉണ്ടെങ്കിൽ പൊളി. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഒരു ചിന്ന ബൈ ബൈ പറഞ്ഞൊക്കെ പോവുകയാണ്. പക്ഷെ നിങ്ങൾ ആദ്യം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടോ. അന്നത്തെ കാര്യം നമ്മുടെ ചാനൽ യൂട്യൂബ് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ ഇതിന് മുന്നേ എനിക്ക് എന്താ പറയുക, പഴയ വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബിൽ നിന്ന് കുറേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതാണ് എനിക്ക് പണി പറ്റിയത്. അങ്ങനെ ഇത് എനിക്കറിയില്ലായിരുന്നു. അപ്പം അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് നമ്മുടെ വീഡിയോ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യത്തില്ല. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുകൂടാതെ കുറേ കോപ്പിറൈറ്റൊക്കെ വന്ന് കിടപ്പുണ്ട്. അപ്പം ഇനിയും നമ്മുടെ യൂട്യൂബ് ഡെവലപ്പ് ആവണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ഫാമിലി അല്ലയോ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകൂ. കാരണം ഈ ചാനലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് സഞ്ജു ടെക്കി അവൻ തുടങ്ങിയതിന് ശേഷം 3 മാസം കഴിഞ്ഞാണ് ഞാൻ തുടങ്ങുന്നത്. എൻ്റെ സബ്സ്ക്രൈബ് നോക്കുക. പക്ഷേ ഞാൻ കാര്യം വെച്ചാൽ ഞാൻ ഈ ചാനലായിട്ട് അധികം മുന്നോട്ട് പോയില്ല, ഫോളോ അപ്പ് ചെയ്തില്ല, ഹാർഡ് വർക്ക് ചെയ്തില്ല. അതൊക്കെ ഓക്കെ, ടൈമില്ലായിരുന്നു എൻ്റെ പ്രശ്നം. ഓക്കെ, ഇപ്പം നമ്മൾ ചാനൽ വീണ്ടും ഒന്ന് ഡെവലപ്പ് ആക്കി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഡെവലപ്പ് ആക്കി എടുക്കണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ചിന്ന ബൈ ബൈ.